നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂർ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചായത്തുകളിലൂടെയുള്ള TCVയുടെ യാത്രയിൽ എത്തി നിൽക്കുന്നത് കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പഞ്ചായത്തിലാണ്. കൊടുങ്ങല്ലൂർ താലൂക്കിൽ മതിലകം ബ്ലോക്കിലാണ് ശ്രീനാരായണപുരം പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. 21 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. വേക്കോട് മുതൽ അസ്മാബി കോളേജ് വരെ നീണ്ടു കിടക്കുന്നു ആ വാർഡുകളുടെ എണ്ണം. ജില്ലയുടെ തീരദേശത്തെ വലിയ പഞ്ചായത്തുകളിലൊന്നായ SN പുരത്ത് 21 വാർഡുകളാണെന്ന് നേരത്തെ പറഞ്ഞു. വേക്കോട് മുതൽ അസ്മാബി കോളേജ് വരെയാണ് അതിൻ്റെ വിസ്തൃതി. കഴിഞ്ഞ കാലങ്ങളിൽ LDFും UDFും BJPയും ഉണ്ടായിരുന്നിടത്ത് രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സാന്നിധ്യം ഇല്ല. അതായത് നിലവിൽ LDFും NDAയുമാണ് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിലുള്ളത്. പഞ്ചായത്തിൻ്റെ വികസന പദ്ധതികൾ നിരവധിയാണ്, നേട്ടങ്ങളും ഒട്ടനവധിയുണ്ട്. എന്നാൽ ചില കോട്ടങ്ങളുമുണ്ട്. അത്തരം ചർച്ചകളിലേക്ക് നമസ്കാരം. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്നാലും എന്നോടൊപ്പം CPMൻ്റെ പ്രതിനിധിയും പഞ്ചായത്ത് പ്രസിഡൻറ്റുമായ MS മോഹനൻ, ഒപ്പം തന്നെ പ്രതിപക്ഷ അംഗം BJP പ്രതിനിധിയായ സുബീഷ് ചെത്തിപ്പാടത്ത് എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ പ്രസിഡൻറ്റിലേക്ക് പോകാം. പ്രസിഡന്റ്, എങ്ങനെയാണ് നിലവിൽ പഞ്ചായത്തിൻ്റെ ഒരു ഭരണ നേട്ടങ്ങൾ എത്രത്തോളം എത്തി നിൽക്കുന്നു? പഞ്ചായത്തിൻ്റെ നിലവിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്? എന്തൊക്കെ പദ്ധതികളാണ് ഇപ്പോൾ പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്? ആദ്യം എടുത്തു പറയട്ടെ, പഞ്ചായത്ത് ഭരണസമിതിയുടെ പൊതുപ്രവർത്തനങ്ങൾ ഒരു ഏകോപിപ്പിച്ച പ്രവർത്തനങ്ങളാണ് പൊതുവെ കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ 21 മെമ്പർമാരിൽ വളരെ ന്യായമായ അഭിപ്രായങ്ങൾ ആര് പറഞ്ഞാലും, അപ്പോൾ ഇവിടെ ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള ഒരു രീതി പൊതുവെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലില്ല. അതുകൊണ്ട് തന്നെ പൊതുവായ ന്യായമായ കാര്യങ്ങളെല്ലാം വളരെ സഗൗരവം എടുത്തുകൊണ്ട് യോജിച്ച ഒരു പ്രവർത്തനമാണ് ഇതുവരെ ഞങ്ങൾക്ക് നടത്തി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ളതിൽ കുറവുകളുണ്ടാവാം. നേട്ടങ്ങൾ ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെ ഓരോ വർഷവും പുതിയ പുതിയ പദ്ധതികളാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4.5 വർഷം പിന്നിടാൻ പോകുന്ന ഈ അവസരത്തിൽ ഒട്ടേറെ വ്യത്യസ്ത പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ലൈഫ് ഭവന പദ്ധതി തന്നെയാണ്. പ്രത്യേകിച്ച് 1000-ഓളം വരുന്ന വീടുകളാണ് ഞങ്ങളുടെ മുന്നിൽ ലൈഫ് ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ചു കൊടുക്കാൻ മുന്നോട്ട് വരേണ്ടത്. വീടില്ലാത്ത, സ്ഥലമില്ലാത്ത ഒട്ടേറെ ആളുകളുള്ള ഒരു വലിയ പഞ്ചായത്താണ്, തീരദേശ പഞ്ചായത്താണ് ശ്രീനാരായണപുരം. എങ്കിൽ പോലും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് കഴിയാവുന്നത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഏകദേശം 379 വീടുകളുടെ പ്രവർത്തനം ഇപ്പോൾ പുരോഗതിയിലാണ്. 170ഓളം വീടുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ പഞ്ചായത്തിന് ഈ വർഷം ജൈവ വൈവിധ്യ പരിപാലനത്തിൽ അവാർഡ് ലഭിച്ച പഞ്ചായത്താണ്. അതിൽ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്തത്. ഒന്ന്, തീരദേശ വാർഡുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജൈവ കവചം, അത് ശാസ്ത്രീയമായ രീതിയിൽ നമ്മുടെ സാങ്കേതിക വിദ്യയുടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ ചെയ്തു പോകുന്നത്. നിരവധി പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ വന്നു. കാവ് സംരക്ഷണം, കുളം സംരക്ഷണം, അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കൽ, അതോടൊപ്പം തന്നെ ഭീഷണി നേരിടുന്ന മത്സ്യ കുഞ്ഞുങ്ങൾ, അത് പ്രത്യേകമായിട്ട് നമ്മൾ പാക്കേജ് ഇട്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും തുടരുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് കുടിവെള്ള പ്രശ്നം തന്നെയാണ്. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഭരണസമിതി വരുമ്പോൾ മാത്രമല്ല, കാലങ്ങളായിട്ട് കുടിവെള്ള പ്രശ്നമുള്ള ഒരു പഞ്ചായത്താണ്, തീരദേശ പഞ്ചായത്താണ് ശ്രീനാരായണപുരം. പ്രത്യേകിച്ച് നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി 10 പഞ്ചായത്തുകൾക്ക് ഇപ്പോൾ കുടിവെള്ളം വലിയ ഭീഷണിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഞങ്ങൾ നേരിടുന്നുണ്ട്. എങ്കിലും ഏകദേശം കുടിവെള്ളത്തിന് വേണ്ടി ഏകദേശം 70 ലക്ഷം രൂപ ചെലവഴിച്ച ഒരു ഗ്രാമപഞ്ചായത്താണ്. എല്ലാ മാസവും 3,66,000 രൂപ പൊതു ടാപ്പുകളുടെ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് ഇപ്പോഴാണെങ്കിൽ ഗ്രാമപഞ്ചായത്താണ് പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിലുള്ള കനോലി കനാലിൻ്റെ തീരത്തുള്ള എല്ലാ വാർഡുകളിലേക്കും എല്ലാ ദിവസവും വെള്ളം എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം കൂടി. അതിനൊരു വലിയ ഭാരിച്ച ചെലവാണ് ഞങ്ങൾക്ക് വരുന്നത്. ഇതെല്ലാം ജനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ട സംഖ്യയാണ്. അപ്പോൾ അതിൽ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ കുറവാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ തലയിലേക്ക് ഇത്തരം പൊതു ടാപ്പുകൾക്ക് പണം അടയ്ക്കുന്നതിന് പുറമേ ഇത്തരം ഒരു പ്രയാസം കൂടി ഞങ്ങൾ നേരിടുന്നത്. അതുപോലെ ഡ്രോട്ട് സമയത്തും പൊതുവെ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനമുണ്ട്. ഇപ്പോഴാണെങ്കിൽ 24
മണിക്കൂറും എന്നുള്ള തരത്തിൽ എല്ലാ 12 മാസവും വളരെ സജീവമായി ഞങ്ങൾക്ക് ഈ കുടിവെള്ളം എത്തിക്കുന്ന പ്രവർത്തനം കൂടി വരുന്നുണ്ട്. അതിന് പുറമെ ഈ കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾ പ്രത്യേകമായിട്ടുള്ള പ്രാദേശിക കുടിവെള്ള പദ്ധതികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. വാട്ടർ കിയോസ്കുകൾ, വാട്ടർ ATMകൾ, അതോടൊപ്പം തന്നെ ചെറുകിട പദ്ധതികൾ അത് തുടക്കം കുറിച്ചിട്ടുള്ളൂ. ഗ്രാമപഞ്ചായത്ത് ഈ വർഷം മുതൽ സുനാമി കോളനിയിലേക്ക് ഒരു ചെറുകിട കുടിവെള്ള പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത വർഷം ഒലൈ പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ ഉപ്പുജലം ഉള്ള പ്രദേശത്തേക്ക് പൈപ്പ് ലൈനിലൂടെ ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള കുളങ്ങളെയും മറ്റും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രാദേശിക കുടിവെള്ള പദ്ധതിക്ക് വലിയ ഊന്നലാണ് കൊടുക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കാതെ അത്തരം ഒരു പ്രവർത്തനം കൂടി ഏറ്റെടുക്കാനാണ് മുന്നോട്ട് പോകുന്നത്. മറ്റൊരു ഭീഷണി മാലിന്യ സംസ്കരണമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഹരിതകർമ്മസേന വന്നതിന് ശേഷം എല്ലാ വീടുകളിലും ഭൂരിപക്ഷം വീടുകളിലും മാലിന്യം ഹരിതകർമ്മസേനയ്ക്കാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളാണെങ്കിൽ പഴയ കാലങ്ങളിലുള്ള എഗ്രിമെൻ്റ് പ്രകാരം ഒരു മാസം 2 ലോഡ് ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് കയറ്റി അയക്കണം എന്ന ഒരു എഗ്രിമെൻ്റാണ് വെച്ചിരുന്നത്. പക്ഷെ ആദ്യം അത് മതിയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇഷ്ടം പോലെ മാലിന്യമാണ്. ജനങ്ങൾ തോട്ടിലേക്കും കുളങ്ങളിലേക്കൊക്കെ തള്ളുന്നത് ഏറെക്കുറെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ സഗൗരവമായ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. ചില പ്രതിഷേധങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് വരുന്നുണ്ട്. അത് ശ്രീനാരായണപുരത്ത് മാത്രമൊന്നല്ല, എല്ലാ പ്രദേശത്തും ഉണ്ട്. പക്ഷേ ഞങ്ങളതിനെ പോസിറ്റീവായി എടുത്തുകൊണ്ട് MCFൻ്റെ വിപുലീകരണത്തിന് ആവശ്യമായിട്ടുള്ള 20 ലക്ഷം രൂപ ഈ വർഷം വകയിരുത്തി അതിൻ്റെ പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ MCFന് വേണ്ടി 2 വാഹനങ്ങൾ, ഒന്ന് ഇലക്ട്രിക് വാഹനം, മറ്റൊന്ന് പഞ്ചായത്ത് വാങ്ങിയ മറ്റൊരു വാഹനം കൂടി വാങ്ങി അത്തരം പ്രവർത്തനങ്ങൾ പെട്ടെന്ന് തന്നെ മാലിന്യം എടുത്ത് സംരക്ഷിക്കുന്നതിനുള്ള ആവശ്യമായ പ്രവർത്തനമാണ് നടത്തിയത്. അപ്പോൾ ജസ്റ്റ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളൊരു പ്രശ്നം MCFൻ്റെ വിപുലീകരണം വരുമ്പോൾ അവിടെ ഈ സാധനം എത്തിക്കാൻ പറ്റാതെ ഇരിക്കുന്നൊരു പരിസ്ഥിതിയുണ്ട്. പക്ഷേ ഒരു മാസം 25 ടൺ മാലിന്യമാണ് നമുക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് കയറ്റി അയക്കേണ്ടി വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ നേരിടുന്നുണ്ട്. എങ്കിലും അതിനെ തരണം ചെയ്യാൻ ആവശ്യമായ ഹരിതകർമ്മസേന അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ഒരു പ്രവർത്തനം നമുക്ക് പുരോഗതിയിൽ എത്തിക്കാൻ കഴിയും. മറ്റൊരു കാര്യം കക്കൂസ് മാലിന്യമാണ്. നമ്മുടെ റോഡ് സൈഡുകളിലെല്ലാം കക്കൂസ് മാലിന്യം തള്ളുന്ന ഒരു പ്രവർത്തനം എല്ലാ പ്രദേശത്തും നടക്കുന്നുണ്ട്. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി 47 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഈ മാസം അവസാനം ഈ പഞ്ചായത്തിൽ എത്തിച്ചേരും. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. കാലങ്ങളായിട്ടുള്ളൊരു പ്രശ്നമാണ് ശ്മശാനം സംബന്ധിച്ച്. നമ്മൾ ഈ ഭരണസമിതിയുടെ കാലത്ത് ഒരു വാർഡിൽ വളരെ രഹസ്യമായിട്ടാണ് മറ്റ് പാരമ്പര്യമായിട്ട് കുടുംബക്കാർ ശവസംസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കണ്ടെത്താൻ പോയി. അപ്പോഴേക്കും എങ്ങനെയോ ലീക്ക് ചെയ്ത് ആ പ്രദേശത്ത് മുഴുവൻ ജനങ്ങൾ വന്ന് പറഞ്ഞു ഇവിടെ ഇത് ആരംഭിക്കാൻ കഴിയില്ല എന്നുള്ളത്. എല്ലാ ആളുകളുടെയും ആവശ്യമാണ് ശ്മശാനം. പക്ഷേ നമുക്ക് ഏത് സ്ഥലത്ത് തുടങ്ങാനും തടസ്സമാണ്. അതുകൊണ്ട് അതിന് പരിഹാരം എന്നുള്ള നിലയിൽ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ മൊബൈൽ ക്രിമറ്റോറിയം അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു. ഈ മാസം അവസാനം മൊബൈൽ ക്രിമറ്റോറിയം നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും. വേറിട്ട മറ്റൊരു മേഖലയാണ് സാംസ്കാരിക മേഖല. അതിലാണെങ്കിൽ നമുക്ക് ശ്രീനാരായണപുരം സെൻറ്ററിൽ തന്നെ ഇപ്പോൾ ഈ വർഷം പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന റഫറൻസ് ലൈബ്രറിയുടെ കെട്ടിടം അത് ആരംഭിക്കുകയാണ്. അതോടൊപ്പം സ്കൂളുകളിലും അതുപോലെ തന്നെ ലൈബ്രറികൾക്കെല്ലാം പത്ര ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും നൽകുന്ന പ്രവർത്തനം കൂടി നമ്മൾ ഏറ്റെടുത്ത് ആ മേഖല സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസം നേരിടുന്ന ഒരു മേഖലയാണ്, പ്രത്യേകിച്ച് വർഷക്കാലത്തൊക്കെ തന്നെ ദുരന്തം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ദുരന്ത നിവാരണ സേന രൂപീകരിക്കുകയും അതിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സും വാങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ മാസം 16-ന് നിർവഹിക്കപ്പെടുകയാണ്. കൂടാതെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് വനിതകളാണ്. ഏകദേശം 51% വനിതകളാണ് ശ്രീനാരായണപുരത്തുള്ളത്. 21 വാർഡുകളിലും യോഗ ട്രെയിനിങ് പരിശീലനം പൂർണ്ണമാക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് മാറുകയാണ്. കൂടാതെ യോഗ ട്രെയിനിങ് നൽകുക എന്നുള്ളത് മാത്രമല്ല, സമ്പൂർണ്ണ ഫിറ്റ്നസ് ക്ലബ്ബുകളുടെ പ്രഖ്യാപനം, അതായത് ഓരോ വാർഡിലുള്ള പ്രദേശത്തെ വനിതകൾക്ക് ഒരു കേന്ദ്രത്തിൽ വന്ന് അവരുടെ യോഗയായാലും മറ്റു പരിശീലനങ്ങളായാലും നടത്തിപ്പോകാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങളിൽ നമുക്ക് ഓപ്പൺ ജിം പദ്ധതി ഈ വർഷം 2 നടപ്പിലാക്കാനായിട്ട് സാധിക്കും. ഹാപ്പിനെസ് പാർക്ക് നമ്മുടെ ഒരു സ്വപ്നമാണ്.
പൊതുവെ ഗ്രാമപഞ്ചായത്തുകളിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള പാർക്കുകളൊക്കെ വരുന്നത്. ശ്രീനാരായണപുരത്ത് അതിൻ്റെ ഒരു പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ്. അതിൻ്റെ ടെൻഡർ നടപടി എല്ലാം പൂർത്തിയാക്കി അഞ്ചങ്ങാടി ലോറിക്കടവിൽ പഞ്ചായത്തിൻ്റെ തന്നെ സ്ഥലത്ത് ഒരു ഹാപ്പിനെസ് പാർക്ക് നമുക്ക് പൂർണ്ണമാക്കാനായിട്ട് കഴിയുകയാണ്. അതുകൂടാതെ തെരുവോരങ്ങളിലെല്ലാം പൊതുവെ മാലിന്യം വലിച്ചെറിയുന്ന ഒരു പൊതുസ്ഥിതിയുണ്ട്. അത് ഏത് ഭരണമെന്നുള്ളതല്ല, ജനങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും കേന്ദ്രത്തിൽ മാലിന്യം വലിച്ചെറിയുക എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതെല്ലാം പൊതുവെ ഭരണസമിതി ചർച്ച ചെയ്തുകൊണ്ട് അതിനെല്ലാം മാറ്റം വേണം. നമ്മുടെ പഞ്ചായത്ത് എന്നുള്ളത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും ഒരു താല്പര്യമാണ്. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുക എന്ന സമീപനം തന്നെയായിരിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കേണ്ടത്. അത്തരമൊരു കാഴ്ചപ്പാടാണ് ഈ പഞ്ചായത്ത് വെച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ ഒരു 4 കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻവശം ഉൾപ്പെടെ നമ്മളവിടെ ബെഞ്ചുകളെല്ലാം കേന്ദ്രീകരിച്ച് ആളുകൾക്ക് വന്ന് വിശ്രമിച്ച് ഇരുന്ന് പോകാവുന്ന തലത്തിലേക്ക് പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ പോഴങ്കാവ്, അതുപോലെ തന്നെ പള്ളിനട ആ മെയിൻ റോഡ്, ബീച്ച് കേന്ദ്രങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളിലെല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. സോളാർ എനർജി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ശ്രീനാരായണപുരം. നമ്മുടെ പഞ്ചായത്തിലും വിട്ടുകിട്ടിയ ഘടക സ്ഥാപനങ്ങളിലുമെല്ലാം സോളാർ എനർജി പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികൾ രൂപം നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് ലോകത്താകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ തന്നെ നമ്മുടെ ആഗോള താപനവും സംബന്ധിച്ച്. ഈ ഗ്രാമപഞ്ചായത്ത് അതിൽ വളരെ കൃത്യമായ ഊന്നൽ നൽകി വ്യത്യസ്ത പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ നെറ്റ് സീറോ കാർബൺ പദ്ധതിയുടെ ഭാഗമായി IRTCയുമായി സഹകരിച്ചുകൊണ്ട് അതിൻ്റെ സർവേ ആരംഭിച്ചു കഴിഞ്ഞു, പൂർണ്ണമായിട്ടില്ല. ഏതായാലും ഈ സാമ്പത്തിക വർഷം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങളും വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ജലസംരക്ഷണത്തിന് വലിയ ഊന്നൽ നൽകുന്നു. ഒരു പക്ഷേ മറ്റ് തീരപ്രദേശ പഞ്ചായത്തുകളെല്ലാം കാണാത്ത ഒരു സവിശേഷതയാണ് നമ്മുടെ ജലാശയങ്ങൾക്ക് ഇരു സൈഡുകളിലുമായി നെറ്റ് പിടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ് സംരക്ഷിക്കേണ്ടത് എന്ന് ആശയമുള്ള ബോർഡുകളെല്ലാം സ്ഥാപിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം വേറിട്ട പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ ഈ പഞ്ചായത്തിൽ വിവിധ പരാതികൾ പല പ്രദേശത്തു നിന്ന് വരുന്നു. കൂടുതലും ഈ മരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിർത്തി തർക്കങ്ങൾ, തോട് നിർമ്മാണം, കുളം കുത്തൽ, നികത്തൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഈ പഞ്ചായത്തിൽ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം 278 പരാതികൾ പരാതി പരിഹാര സെൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ, പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നു. അതിലത്രയും പരാതികൾ പൂർത്തീകരിച്ചു. അപ്പോൾ പരാതി പരിഹാര സെൽ വെച്ചുകൊണ്ട് ഈ പഞ്ചായത്തിലെ സാധാരണ ജനവിഭാഗങ്ങളുടെ സാധാരണ പരാതികൾ ഉൾപ്പെടെ പരിഹരിക്കാനായിട്ട് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ആരോഗ്യമേഖലയിൽ വലിയ മുന്നേറ്റമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പുതിയ അംഗൻവാടി കെട്ടിടങ്ങൾ നമുക്ക് ആരംഭിച്ചു കഴിഞ്ഞു. 3 അംഗൻവാടി കെട്ടിടങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്ഥലം ഈ ഭരണസമിതിയുടെ കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് പുറമെ സബ് സെൻറ്റർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലവും സൗജന്യമായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ കെട്ടിടം തൊട്ടുപുറകിൽ അതിൻ്റെ പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ അവിടുത്തെ ഔട്ട് പേഷ്യൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ കെട്ടിടത്തിൻ്റെ പ്രവർത്തനം പുരോഗതിയിലാണ്. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് വേറിട്ട രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അത് ഭരണസമിതിയുടെ മാത്രം ഒരു നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. എല്ലാവരുടെയും യോജിച്ച ഒരു അഭിപ്രായങ്ങളും വിമർശനങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് പരമാവധി ഞങ്ങൾ യോജിച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത്. കുറവുകൾ ഒരുപാടുണ്ട് എന്ന് അറിയുന്ന ഭരണസമിതി തന്നെയാണ് ഞങ്ങളുടേത്. ആ കുറവുകളെല്ലാം വീണ്ടും വീണ്ടും നികത്താൻ ആവശ്യമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടും ചിന്താഗതിയുമായിട്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ് ഈ അവസരത്തിൽ. ഓക്കെ, പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം കുറവുകളും ഒക്കെ ഉണ്ടാവാം. പല പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച് പല ഘടകങ്ങളുണ്ട്. ഉദ്യോഗ സ്ഥലത്തിൽ മുതൽ സാമ്പത്തികം, അങ്ങനെ പല ഘടകങ്ങളുണ്ട്. എന്തായാലും പഞ്ചായത്തിൽ പ്രതിപക്ഷം ഇല്ലെങ്കിൽ പോലും ഭരണം നയിക്കുന്നവർക്ക് എതിർചേരിയിലുള്ളവരുള്ളത് കൊണ്ട് തന്നെ അവരുടെ അഭിപ്രായവും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും സുബീഷ് മെമ്പറിന് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചിലപ്പോൾ പറയാനുണ്ടാവാം. എന്തൊക്കെയാണ് നിലവിലെ അവസ്ഥ പഞ്ചായത്തിൻ്റെ? സുമര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വികസനം ആവശ്യമുള്ള ഒരു പഞ്ചായത്താണ്. കാരണം 2 തീരദേശ മേഖലകളാണ് നമ്മൾക്കുള്ളത്.
ഒന്ന് കടലിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരദേശ മേഖലയുണ്ട്, നമ്മുടെ പുഴയുടെ ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള തീരദേശ മേഖലയുണ്ട്. ഈ രണ്ട് മേഖലയിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു കുടിവെള്ള പ്രശ്നം തന്നെയാണ്. രണ്ട് മേഖലയിലും സജീവമായിട്ടുള്ള ഒരു വിഷയം കുടിവെള്ള പ്രശ്നമാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് എസപുരം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒരു നല്ലൊരു പദ്ധതി നമുക്ക് നടപ്പിലാക്കാനായിട്ട് എസപുരം പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. കഴിഞ്ഞ ഞങ്ങൾ ഭരണസമിതി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു വാട്ടർ ടാങ്ക് പണിത് നമ്മുടെ മേഖലയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് 3 വർഷം മുമ്പ് നമ്മൾക്ക് ഒരു സ്ഥലം, വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തി, എൻ്റെ വാർഡിലുള്ള ഒരു വ്യക്തിയാണ് പൂനാക്കുടി ബഷീർ എന്ന് പറയുന്ന മഹത് വ്യക്തി, ഒരു 3 സെന്റ് സ്ഥലം നൽകിയിട്ട് പോലും അത് നമ്മുടെ ആസ്തിയിൽ ഉൾപ്പെടുത്താൻ പോലും നമ്മുടെ എസപുരം പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഈ പഞ്ചായത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കുടിവെള്ള പ്രശ്നം. ആ കുടിവെള്ള പ്രശ്നത്തിന് വേണ്ടി ഒരുപാട് സമരങ്ങൾ, ഏറ്റവും കൂടുതൽ സമരങ്ങൾ രാഷ്ട്രീയ പാർട്ടികളല്ലാതെ നടത്തിയിട്ടുള്ളത്, സാധാരണക്കാരായ ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് സമരം നടത്തിയിട്ടുള്ളത് എസപുരം പഞ്ചായത്തിന് നേരെ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഈ കുടിവെള്ള പദ്ധതി തന്നെയാണ്. ഈ കുടിവെള്ള പദ്ധതിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ആ പദ്ധതികൾ ഏതെങ്കിലും നമുക്ക് നടപ്പിലാക്കാനോ ഇന്നും സാധിച്ചിട്ടില്ല. എസപുരം പഞ്ചായത്തിലാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് കേരളത്തിലെ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ ഏറ്റവും ഇഴഞ്ഞു നടക്കുന്ന ഒരു പഞ്ചായത്ത് ശരിക്കും പറഞ്ഞാൽ എസപുരം പഞ്ചായത്താണ്. പല മേഖലകളിലും നമ്മൾ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഏകദേശം ആൾമോസ്റ്റ് ഫുള്ളായിട്ടുള്ള രീതിയിൽ തന്നെയാണുള്ളത്. പക്ഷേ എസപുരം പഞ്ചായത്തിൽ ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ പോലും ഇനിയും ഒരുപാട് മേഖലയിൽ കണക്ഷൻ കൊടുക്കാനായിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതിന് പുറമെ ഒരുപാട് പ്രശ്നങ്ങൾ, മാലിന്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സർവേകൾ നമ്മൾ നടത്തിയാണ്. മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സർവേകൾ വന്നു. ഈ സർവേകളെല്ലാം നടത്തുന്നതല്ലാതെ അതിനുശേഷം ആ സർവേകളിൽ ഉണ്ടായിട്ടുള്ള റിസൾട്ട് നമ്മുടെ വാർഡുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഞാൻ കണ്ടതിന് ശേഷം, ഞാൻ വന്നതിന് ശേഷം ഒരുപാട് സർവേകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നത്, കുളങ്ങൾ മലിനമായി കിടക്കുന്നത്, അതെല്ലാം നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. നമ്മൾ സർവേകൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ MES കുട്ടികളെ വെച്ച് സർവേകൾ നടത്തിയിട്ടുണ്ട്. എല്ലാം നടത്തിയിട്ടും നമ്മൾക്കത് പിന്നീട് അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലായിട്ടില്ല. ഒരു കുളങ്ങളും ഇന്ന് വരെ, നേരത്തെ പറഞ്ഞ വലിയ കുടിവെള്ള പദ്ധതിക്കായി നമ്മൾ പ്രാദേശിക സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നു പറയുമ്പോൾ എൻ്റെ വാർഡിലുള്ള ഏറ്റവും വലിയ, ഈ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും വലിയ കുളമാണ് വലിയ കുളം എന്ന് പറയുന്ന കുളം, കോതവറമ്പ് പള്ളിക്ക് സമീപമുള്ള വലിയ കുളം. അത് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പല ഭാഗങ്ങൾ കയ്യേറിയ ഒരു അവസ്ഥയുണ്ട്. ആ കയ്യേറ്റം മുഴുവൻ ഒഴിപ്പിച്ച് അതിൽ നിന്ന് നമ്മൾ അതിനെ മോചിപ്പിച്ച് ഈ കുടിവെള്ള പദ്ധതിക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ട് ആ വെച്ചിട്ടുള്ള അപേക്ഷകൾ ഇന്നും അത് പരിഗണിക്കാതെ, ഇന്നും അതിൻ്റെ ഒരു സർവേ നടത്താനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേപ്പർ വർക്ക് നടത്താനോ പോലും ഈ ശ്രീനാരായണ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. അതിൽ പറയുന്ന കാലതാമസം അല്ലെങ്കിൽ കാരണങ്ങൾ ഒന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ളതല്ല. നമ്മൾ പറയുന്ന കൊട്ടിഘോഷിച്ച ഒരുപാട് പദ്ധതികൾ കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാർബൺ ന്യൂട്രലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ കൊട്ടിഘോഷിക്കപ്പെട്ട പരിപാടികളാണ്. 4-5 ലക്ഷം രൂപ ചെലവാക്കി തീരദേശ മേഖലയിലെ വാർഡുകളിൽ, അതായത് ഗോതുരുത്ത് 10ാം വാർഡിൽ നമ്മൾ സ്ഥാപിച്ച എല്ലാ പ്ലാന്റുകളും അവിടുത്തെ മുതലാളിമാരെ നശിപ്പിച്ച് കളയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത് ഇന്നും അത് പുനഃക്രമീകരിക്കാനോ അതിനുവേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യം നമ്മുടെ കാർബൺ ന്യൂട്രലോ അല്ലെങ്കിൽ നമ്മുടെ താപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇതൊന്നല്ല ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യം അവരുടെ പാർപ്പിടം, അവരുടെ ശുദ്ധജലം, അവർക്ക് നല്ല സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ, അത്യാവശ്യം നമ്മുടെ വെള്ളക്കെട്ടില്ലാത്ത പ്രദേശങ്ങൾ, ഇതെല്ലാമാണ് നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യം. ഈ ആവശ്യങ്ങളൊന്നും നിറവേറ്റാനായിട്ട് ശ്രീനാരായണ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2020-2020 തുടങ്ങിയ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 356 വീടുകളാണ് ഇപ്പോൾ കരാറായിട്ടുള്ളത്. നമ്മൾ ആ 356 വീടുകൾ കരാറായി എന്ന് പറയുമ്പോൾ വലിയൊരു സംഖ്യയാണ് നമ്മൾ കേൾക്കുമ്പോൾ. ഈ 356 വീടുകളിൽ 447 അപേക്ഷകളിൽ നിന്നാണ് ഈ 356 വീടുകൾ പരിഗണിച്ചിട്ടുള്ളത്. അതിലെ ഭൂമി ഇല്ലാത്ത ആളുകളെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കി ഈ 356 അപേക്ഷകളിൽ നിന്ന് 147 എണ്ണം ഇപ്പോഴും നമ്മൾ പരിഗണിക്കാതെ എടുക്കണം. 4 വർഷം നമ്മൾ കഴിഞ്ഞു പോയി. 2022 ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അതിനുശേഷം നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വീടുകൾ, പൂർത്തീകരിച്ചിട്ടുള്ള വീടുകൾ ആകെ 65 വീടുകളാണ് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ബാക്കി വീടുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ സാധിച്ചിട്ടുള്ളത് ഭൂമി വാങ്ങി വന്ന ആളുകളുടെ ഒരു 78 പേരുടെ വീടാണ് നമുക്ക് പൂർത്തീകരിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങളായിട്ടുള്ള ഇത്തരം ആവശ്യങ്ങൾ ഒന്നും നിറവേറ്റാതെ വലിയ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ ആ നടപ്പിലാക്കിയ പദ്ധതികൾ ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കണം. ഈ പദ്ധതികൾ എവിടെയാണ് നമുക്ക് ഇപ്പൊ നിലനിൽക്കുന്നത്? തീരദേശ മേഖലയിൽ നമ്മൾ ഇതിന് പകരം കടലേറ്റം തടയാനായിട്ട് നമ്മൾ നടത്തിയ പദ്ധതി അതിൽ ഭൂരിഭാഗങ്ങളും ഇന്ന് നഷ്ടപ്പെട്ട രീതിയിലാണ്.
പല രീതിയിൽ അതെല്ലാം നശിച്ചു പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്. ഏത് പദ്ധതിയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്? ഇനി ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട വിഷയം പറയാം. ഹരിതകർമ്മസേന നമ്മുടെ യൂസേഴ്സ് ഫീ വാങ്ങി നമ്മൾ 50 രൂപ എല്ലാ വീടുകളിൽ നിന്നും വാങ്ങുന്നു, എല്ലാ കടകളിൽ നിന്നും നമ്മൾ 100 രൂപ വെച്ച് വാങ്ങുന്നു. ഈ വാങ്ങുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇന്നും റോഡ് സൈഡിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. മാസങ്ങളോളം റോഡ് സൈഡിൽ കിടക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നത് നമ്മൾക്ക് ഹരിതകർമ്മസേനയ്ക്ക് ഒരു വാഹനം ഇല്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഒരു വാഹനം വാങ്ങി 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ കൊടുത്താണ് ആ ഒരു വാഹനം, ഇലക്ട്രിക് വാഹനം വാങ്ങിയത്. അത് 3 വർഷത്തോളം ഓടിക്കാൻ പറ്റാതെ ഇവിടെ എടുത്ത് തുരുമ്പ് പിടിക്കുന്ന ഒരു അവസ്ഥ നമ്മൾക്കുണ്ടായിരുന്നു. ആ 3 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും സർവീസ് ചെയ്തിട്ടാണ് അത് വീണ്ടും പഞ്ചായത്തിന്റെ ക്യാഷ് ചെലവാക്കിയിട്ടാണ് വീണ്ടും അത് ഇപ്പോൾ ഓടിക്കുന്നത്. അത് ഓടിക്കുന്നത് പ്രാദേശിക തലത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഒരു 4-5 ചാക്കുകെട്ടുകൾ മാത്രം എടുത്ത് കയറ്റി കൊണ്ടുപോകാൻ പോകുന്ന ഒരു വാഹനമാണത്, അല്ലാതെ വേറൊരു വാഹനമല്ല. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു വാഹനം വാങ്ങിയത്. വാഹനം വാങ്ങിയിട്ട് 6 മാസത്തോളമായിട്ടുണ്ട്, 6-7 മാസത്തോളമായിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പോഴും നമ്മുടെ തെരുവോരങ്ങളിൽ കിടക്കുന്ന ഒരവസ്ഥയാണ്. നമ്മളൊരു സ്ഥാപനത്തിൽ ഒരു പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ എസ് പഞ്ചായത്ത് ഫൈൻ അടയ്ക്കുന്നത് 10,000 രൂപയാണ് പോയിട്ട് അടയ്ക്കാൻ പറഞ്ഞ് എഴുതി കൊടുത്തു വരുന്നത്. പല സ്ഥാപനങ്ങളിലും കൊടുത്തിട്ടുണ്ട്, എൻ്റെ വാർഡുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. 10,000 അടയ്ക്കണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ 10,000 അടയ്ക്കാനായിട്ട് ഇവിടെ വരുമ്പോൾ 2,000 1000 ആയിട്ട് നമ്മൾ മാറ്റാറുണ്ട്. പക്ഷെ ആ 2,000 1000 ആയിട്ട് മാറ്റുമ്പോഴും നമ്മൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നമ്മളുടെ റോഡുകളിലിട്ട് അത് നായ്ക്കൾ കടിച്ചു കയറി. ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, എസ് പഞ്ചായത്തിലെ 10-11 വാർഡുകളിലെ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുവന്ന് തള്ളിയിട്ട് ആ പ്ലാസ്റ്റിക് മാലിന്യം കടിച്ചു കയറി റോട്ടിലും ആ മേഖലയിൽ കിടക്കുന്നതായിട്ട് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആളുകളുടെ. അപ്പൊ ഇത് കൃത്യമായിട്ട് ഹരിതകർമ്മസേന ഒരു യൂസേഴ്സ് ഫീ വാങ്ങാൻ വേണ്ടി വരുന്ന ഒരു അംഗങ്ങളായിട്ട് മാത്രം മാറുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് കൃത്യമായിട്ടുള്ള സംസ്കരണം നടത്താനായിട്ട് സാധിക്കുന്നില്ല. MCFകളിൽ കൃത്യമായിട്ട് സംസ്കരിക്കാൻ സാധിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് അവിടെ സമരങ്ങൾ നടക്കുന്നു. ആ പ്രദേശത്തെ ജനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളല്ല, ആ പ്രദേശത്തെ ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് സമരങ്ങൾ നടക്കുന്നു. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കാത്തതിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് എസ് പഞ്ചായത്ത് കടന്നു പോകുന്നത്. മാലിന്യ സംസ്കരണത്തിൽ തികഞ്ഞൊരു പരാജയം തന്നെയാണ് നമ്മുടെ എസ് ഗ്രാമപഞ്ചായത്തിനുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മളെ കൃത്യമായിട്ട് ഒരു ഗ്രാമസഭകൾ പോലും നമുക്ക് ഈ എസ് പഞ്ചായത്തിൽ നടക്കുന്നില്ല. കാരണം ഒരു ഗ്രാമസഭ നടത്തിയാൽ, കഴിഞ്ഞ ഈ ഗ്രാമസഭ അല്ല, ഏറ്റവും അവസാനത്തെ ഗ്രാമസഭയാണ് എസ് പഞ്ചായത്തില്ല. ഈ ഗ്രാമസഭ എൻ്റെ വാർഡിലെ 3 ഗ്രാമസഭകളിലും ആളുകൾ പങ്കെടുക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അധികൃതരാരും തന്നെ നമ്മളുടെ ഗ്രാമസഭയിൽ വരാറില്ല. ആ ഏതെങ്കിലും ഒരു കോർഡിനേറ്റർമാരെ വിട്ടിട്ട് അവിടെ ഗ്രാമസഭയിൽ കോർഡിനേറ്റർമാർ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ മടിയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഗ്രാമസഭകളിൽ വന്നിരുന്ന് സംസാരിക്കാൻ പോലും നമുക്ക് കഴിയാത്ത രീതിയിലാണ് എസ് ഗ്രാമപഞ്ചായത്ത് പോകുന്നത്. കഴിഞ്ഞ എൻ്റെ ഗ്രാമസഭയിൽ ഒരാൾ പോലും പങ്കെടുത്തില്ല. ഒരു ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഗ്രാമസഭയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമസഭയുടെ പ്രസിഡന്റ് ആരാണോ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആരാണോ, ആ ഗ്രാമസഭയുടെ പ്രസിഡന്റാണ് വന്നിരിക്കേണ്ടത്. അതിന് മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ അതിനുവേണ്ടത് കൃത്യമായ ജനങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവർ പറയുന്ന ആവശ്യങ്ങൾ എന്താണോ അത് അംഗീകരിച്ച് അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതികളാണോ എന്ന് പരിശോധിക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. ഈ ഗ്രാമസഭകളിലൊന്നും ഗ്രാമസഭയുടെ പ്രസിഡന്റ് പങ്കെടുത്തിട്ടില്ല. 9 കിഴക്കൻ മേഖല, എസ് കിഴക്കൻ മേഖല തികച്ചും അവഗണിച്ച രീതിയിലാണ് നമ്മുടെ ഈ ഗ്രാമസഭ പ്രസിഡന്റ് അടക്കമുള്ള നമ്മുടെ ഈ ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഏത് കാര്യത്തിലായാലും, ഇപ്പൊ MLA ഫണ്ടുകളായിക്കോട്ടെ, മറ്റുള്ള ഫണ്ടുകളായിക്കോട്ടെ, ഈ ഫണ്ടുകളൊന്നും കിഴക്കൻ മേഖലയിലെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം MLA ഫണ്ടിൽ നിന്ന് 12ാം വാർഡിൽ റോഡ് അനുവദിച്ച് തന്നത് പോലും അവർക്ക് നടപ്പിലാക്കി തരാനായിട്ട് സാധിച്ചിട്ടില്ല. ജനങ്ങളുടെ മുൻപിൽ ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഗ്രാമസഭകളിൽ പങ്കെടുക്കാൻ പോലും അവർക്ക് വരാനായിട്ടുള്ള വിമുഖത കാണിക്കുന്നത്. പിന്നെ കൃത്യമായിട്ടുള്ള അജണ്ടകൾ ഉണ്ടാവാറില്ല. ഓരോ പ്രാവശ്യവും നമ്മൾ വരുമ്പോൾ കൃത്യമായിട്ടുള്ള അജണ്ടകൾ ഉണ്ടാവാറില്ല. ഈ അജണ്ടകളിൽ ഇല്ലാത്ത വിഷയങ്ങൾ പ്രസിഡന്റിന് അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്, അല്ലെങ്കിൽ പ്രസിഡന്റ് അത് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അവതരിപ്പിക്കാതെ തന്നെ അത് പല വിഷയങ്ങൾക്കും അനുമതി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ എസ് ഗ്രാമപഞ്ചായത്തിലുണ്ട്. അതേപോലെ സമ്പൂർണ്ണമായിട്ടില്ല തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കഴിഞ്ഞ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് മരിച്ചുപോയ സ്ത്രീയുടെ പേരിൽ പോലും തൊഴിലുറപ്പിൽ നിന്ന് ഫണ്ട് എഴുതിയെടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നു. ഇവിടെ എത്രയോ ഓവർസിയർമാർ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് എത്രയോ ഓവർസിയർമാർ നമ്മൾക്കുണ്ട്. പക്ഷെ ഇതൊന്നും കൃത്യമായി പരിശോധിക്കപ്പെടാതെ മരിച്ചുപോയ ഒരാളുടെ പേരിൽ പോലും ഫണ്ട് എഴുതിയെടുത്ത് അതുമായി ബന്ധപ്പെട്ട് ഓംബുഡ്സ്മാന്റെ എഴുതി കേസ് പോലും ഉണ്ടായ സാഹചര്യം നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓരോ മേഖല എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള മേഖല ആയിക്കോട്ടെ, നേരത്തെ പറഞ്ഞ കൊട്ടിഘോഷിക്കപ്പെട്ട പല പദ്ധതികളും, വാട്ടർ കിയോക്സ്,
എത്രയോ ദിവസങ്ങൾ എത്രയോ മാസങ്ങൾ വർക്ക് ചെയ്യാതെ കിടന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എസംപുരം പടിഞ്ഞാറ് മേഖലയിലുള്ള അസ്മാവി കോളേജിന്റെ അവിടെയുള്ള വാട്ടർ കിയോക്സുകൾ, കോതറമ്പിലുണ്ടായിരുന്ന വാട്ടർ കിയോക്സ്, ഇതൊക്കെ വർക്ക് ചെയ്യാതെ കിടന്ന സാഹചര്യം നമ്മുടെ എസംപുരം പഞ്ചായത്തിലുണ്ട്. ഓരോ മേഖല എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എല്ലാ കാര്യങ്ങളിലും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ വേറെയുണ്ട്. നമ്മളിപ്പോൾ പഞ്ചായത്തിന്റെ നിയമനങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ അംഗൻവാടി നിയമനം തുടങ്ങി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അംഗൻവാടി നിയമനത്തിൽ വളരെ കൃത്യമായിട്ട് ഒരുപാട് അപേക്ഷകർ, ഒരുപാട് ജോലിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന യുവതികൾ എല്ലാം അതിൽ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ അപേക്ഷകരിൽ നിന്ന് തെരഞ്ഞെടുത്തത് പണ്ട് കള്ളവോട്ട് ചെയ്യാൻ പോയ ആളുകളും അങ്ങനെയുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള രാഷ്ട്രീയത്തിൽ കൊടിപിടിക്കാൻ നടക്കുന്ന ആളുകൾക്ക് മാത്രമായിട്ട് നമ്മുടെ നിയമനങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമാണ് എസംപുരം ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എസംപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാഫ് വളരെ താഴേക്ക് തന്നെയാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഈ 4.5 വർഷക്കാലത്തിനിടയിൽ ഒരു പദ്ധതികൾ പറയുമ്പോൾ നമുക്ക് പറയാം കാർബൺ ന്യൂട്രൽ പറയാം, നമ്മൾ മറ്റുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയാം, ഇതൊന്നും ജിമ്മുണ്ടാക്കി എന്ന് പറയാം, ഇതെല്ലാം പറയാം. പക്ഷെ ഇതൊന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള അവരുടെ അടിസ്ഥാന വിഷയങ്ങൾ എന്താണോ ആ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലാനോ അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയ പദ്ധതികൾ ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് പരിശോധിക്കാൻ പോലും നമുക്ക് സാധിച്ചിട്ടില്ല. അതൊരു ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ്. ആ പരാജയം ഒരു ഗ്രാമസഭകളിൽ പങ്കെടുക്കാൻ പോലും നമ്മളുടെ പ്രതിനിധികൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് ഏറ്റവും വലിയ പരാജയമാണ്. ജനങ്ങൾക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്. അവിടുന്ന് തന്നെ തുടങ്ങേണ്ടി വരും. അതായത് ഗ്രാമസഭയിൽ നിന്നും പ്രസിഡന്റ് അടക്കമുള്ള ഒരു ഓടി ഒളിക്കുകയാണോ? ബഹുമാനപ്പെട്ട മെമ്പർ തെറ്റായ ഒരു സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഗ്രാമസഭകളിലെല്ലാം പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പടിയുമില്ല. ഞങ്ങൾ പങ്കെടുത്ത ഗ്രാമസഭകളിലെല്ലാം ജനങ്ങൾ വളരെ ഗൗരവമായ അഭിപ്രായങ്ങൾ പറയുന്നവരാണ്. ഇപ്പോൾ 12ാം വാർഡായാലും ഞാൻ എത്രയോ തവണ ഗ്രാമസഭയിൽ പങ്കെടുത്ത ആളാണ്. എല്ലാ സമയത്തും ഒരു പക്ഷേ എല്ലാ വാർഡിലും ഞാൻ പറയട്ടെ ഞാൻ സംസാരിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ, നമ്മൾ തർക്കത്തിലല്ലല്ലോ. കഴിഞ്ഞ ഗ്രാമസഭയിൽ അദ്ദേഹത്തിൻ്റെ വാർഡിൽ പങ്കെടുക്കാൻ നിശ്ചയിക്കപ്പെട്ട ആളുകൾ പോയിട്ടില്ലെങ്കിൽ അത് പരിശോധിക്കാവുന്നത് മാത്രമാണ്. മറിച്ച് എല്ലാ വാർഡുകളിലും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മാറി മാറി പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ജനങ്ങളെ മുന്നിൽ നിന്ന് ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് അത്തരം പ്രതിഷേധങ്ങളൊന്നും പൊതുവെ പഞ്ചായത്തിന് നേരെ വരാറില്ല. മറ്റൊന്ന് കുടിവെള്ള പ്രശ്നം ഏറ്റവും കൂടുതൽ സമരം നടന്ന പഞ്ചായത്താണ് നമ്മുടേത് എന്ന് വെച്ച് പഞ്ചായത്തിന് നേരെയല്ല. യഥാർത്ഥ കുടിവെള്ളം വിതരണം ചെയ്യേണ്ട വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പൈപ്പ് ലൈൻ പൊട്ടുന്ന കാര്യം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നാണ് ആ പ്രശ്നത്തിൽ പോയിട്ടുള്ളത്. അതെല്ലാം പഞ്ചായത്തിൻ്റെ ഭാഗത്തുള്ള ഒരു പ്രയാസം കൊണ്ടാണ് എന്ന് കരുതേണ്ടതില്ല. മറിച്ച് ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അതിനെ വളരെ ഗൗരവത്തോടുകൂടി കളക്ടറുടെ ചേംബറിൽ ഉൾപ്പെടെ നിരവധി തവണ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പിന്നെ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാവരും ചേർന്ന് നിന്നിട്ടാണ് ഇപ്പോഴാണ് പലപ്പോഴും മാസങ്ങളായി ഈ മാസം ചെയ്യാമെന്ന് നമ്മളോട് പറയുമെങ്കിലും ഇപ്പോഴാണ് അതിൻ്റെ അന്തിമഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. 10ാം വാർഡ് 12ാം വാർഡിൻ്റെ ഓപ്പോസിറ്റാണ് അവരുടെ ഒരു പിന്നെ തൊഴിലാളികൾ സ്റ്റേ ചെയ്യുന്ന വലിയ ഒരു ഹൗസ് കോളനി പോലെ ഉണ്ടാക്കിയത്. അതിപ്പോൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതെല്ലാം പൂർണ്ണമാകുമ്പോഴാണ് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ കഴിയുള്ളൂ. 40 കൊല്ലം മുമ്പിട്ട് പൈപ്പ് ലൈനുകൾ പൊട്ടി. അതിപ്പോൾ ഞങ്ങളുടെ പ്രശ്നമാണ്, അത് മാറ്റേണ്ടത്. ഒരു ഗ്രാമപഞ്ചായത്ത് വിചാരിച്ചാൽ പൂർണ്ണമാകാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അത് ഗൗരവപ്പെട്ട കാര്യമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് കുടിവെള്ള പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി ടാങ്കറുകളിൽ വെള്ളം അടിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന പഞ്ചായത്തായിട്ട് കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അങ്ങനെ തന്നെ കാണുമെന്ന വിശ്വാസമാണ് ഉള്ളത്. മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത്, ഏത് പഞ്ചായത്തിലാണ് പോരായ്മയുള്ളത്? ആ പോരായ്മകൾ ശ്രീനാരായണപുരത്ത് മാത്രം പൂർണ്ണമാക്കാൻ പറ്റുമോ? ഞാനിരിക്കുന്ന സീറ്റിന് പകരം വേറെ ആളിരുന്നാലും ഇതൊക്കെ തന്നെ പലപ്പോഴും ഉണ്ടാകാം. പക്ഷെ അത് വളരെ ഗൗരവമായിട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന പോസിറ്റീവ് എനർജിയോടുകൂടിയാണ് അതിനെ അഭിമുഖീകരിക്കുന്നത്. അവിടെ മാലിന്യം ഡംപ് ചെയ്യുന്ന പ്രദേശം ഇപ്പോൾ ശ്രീനാരായണപുരം മാത്രമല്ല എല്ലാ പഞ്ചായത്തിലും ജനങ്ങളവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. ആ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഈ പഴയ കാലത്തെ പോലെ ഇതിനെല്ലാം സംരക്ഷിക്കാൻ ആവശ്യമായ സംവിധാനം ഇല്ലെങ്കിൽ ജനങ്ങൾ സമ്മതിക്കില്ല. അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ പിന്നെ ഭരിക്കുന്ന നാടാണല്ലോ തൃശ്ശൂർ ജില്ല. അവിടെയെല്ലാം ഈ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഗൗരവം കുറവുണ്ട് എന്ന് പറയുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്, വ്യത്യസ്തമായിട്ടല്ല പറയുന്നത്. ലൈഫ് ഭവന പദ്ധതി മറ്റേത് പഞ്ചായത്തിലാണ് 1000 അപേക്ഷയിൽ കൂടുതലുള്ളത്? ഇത് 1000 അപേക്ഷയിൽ കൂടുതലാണ്.
നമുക്ക് ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് ഓരോ ഗവൺമെൻറ്റുകളും നൽകിയ കണക്കെടുത്ത് പരിശോധിക്കാം. സെൻട്രൽ ഗവൺമെൻറ് ഒരു വീടും ലൈഫ് ഭവന പദ്ധതിയുമായിട്ട് ഭാഗമായിട്ട് നൽകിയിട്ടില്ല. ഇപ്പോഴാണ് 15 പേരുടെ അപേക്ഷ നമ്മൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിഹിതം വിനിയോഗിച്ചുകൊണ്ട് 386 വീടുകൾ നമ്മൾ പ്രവർത്തനം മുന്നോട്ട് വച്ചു. അതിൽ ഏകദേശം 136 വീടുകളുടെ പ്രവർത്തനം പൂർണ്ണമായി കഴിഞ്ഞു. അതൊരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും ആളുകൾ ഉള്ളതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ഗൗരവമായ കാഴ്ചപ്പാട് നമുക്കുണ്ട്. നമുക്കതിനാവശ്യമായ ഫണ്ട് ഉണ്ടെങ്കിൽ ആ ഫണ്ട് മാറ്റിവെച്ചുകൊണ്ട് ലൈഫ് ഭവന പദ്ധതി പൂർത്തീകരിക്കേണ്ടതില്ല എന്ന് ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല. മറ്റു പല പദ്ധതികളും വെട്ടിച്ചുരുക്കിയിട്ടാണ് ലൈഫ് ഭവന പദ്ധതിയുടെ മേഖലയിലേക്ക് പണം കണ്ടെത്തി മുന്നോട്ട് പോകുന്നത്. അത് തീർച്ചയായിട്ടും ഇത്തരം ചെറിയ ചെറിയ പോരായ്മകളുണ്ട് എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേറിട്ട പദ്ധതികൾ നടക്കുന്ന പഞ്ചായത്താണെന്ന് ബഹുമാനായ 12ാം വാർഡ് മെമ്പർ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. കുറവുണ്ട് എന്നുള്ളത് ഞാനും സമ്മതിക്കുന്നു, അദ്ദേഹം സമ്മതിക്കുന്നു. അതിന് നമ്മുടെ ഫണ്ടും എത്രത്തോളം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞ വേറെ പ്രധാന പദ്ധതികൾ പൂർണ്ണതയിലേക്ക് അതിനോട് കൂട്ടി യോജിപ്പിച്ചോട്ടെ. നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഗ്രാമസഭയുടെ കാര്യം തന്നെ തുടക്കമിട്ടത് കഴിഞ്ഞ 12ാം വാർഡ് ഗ്രാമസഭയിൽ കഴിഞ്ഞ 2 ഗ്രാമസഭകളിലും നമ്മളുടെ കോർഡിനേറ്റർമാരായിട്ട് വരുന്ന ഉദ്യോഗസ്ഥരല്ലാതെ വേറൊരാളും പങ്കെടുത്തിട്ടില്ല. എൻ്റെ വാർഡിലെ അറിവാണ്. അതേപോലെ തന്നെ 9ാം വാർഡിൽ കഴിഞ്ഞ ഗ്രാമസഭയിലും ഒരാളും പങ്കെടുത്തിട്ടില്ല കോർഡിനേറ്റർമാരല്ലാതെ. അപ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. എസ്.എം. കിഴക്കൻ മേഖലയിലെ വാർഡുകളെ അവഗണിക്കുന്ന ഒരു രീതി സ്വാഭാവികമായും നമ്മൾക്കുണ്ട്. നേരത്തെ പറഞ്ഞ കുടിവെള്ള പദ്ധതി ഇപ്പോൾ നമ്മൾ ഹൈവേനെ പഴിചാരി നമ്മൾ പോകുന്നത് ഉണ്ട്. ആ ഹൈവേനെ പഴിചാരുന്നതിന് മുമ്പും ഈ കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമായിരുന്നു നമ്മുടെ മേഖലയിൽ. അത് പരിഹരിക്കാൻ ഇലക്ഷൻ വരുമ്പോൾ മാത്രമുള്ള കുറച്ച് മീറ്റിങ്ങുകൾ മാത്രമാണ് നമ്മൾ നടന്നിട്ടുള്ളത്. ഈ പറയുന്ന പൈപ്പ് പണി എല്ലാം നടക്കുമ്പോഴും ഇലക്ഷൻ സാഹചര്യങ്ങളിൽ ഒരു 2-3 മാസമൊക്കെ കുടിവെള്ളം കൃത്യമായിട്ട് എല്ലാ വീടുകളിലും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അനൗചിത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകൂടെ അതില്ലാതെ ഈ കിഴക്കൻ മേഖല വീണ്ടും ചർച്ചയായതുകൊണ്ട് ഞാൻ ചോദിക്കാൻ പറ്റുന്നത്, അതായത് കിഴക്കൻ മേഖല അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമാണോ അതിനകത്ത്? എല്ലാം പെടാം, രാഷ്ട്രീയമാവാം. ചിലപ്പോ ആ വാർഡുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാരായിരിക്കാം. ഉണ്ടോ കിഴക്കൻ മേഖലയെ വിവേചനവും കാണിച്ചിട്ടില്ല ഇത്തവണത്തെ ഗ്രാമീണ? ഞാൻ അതിനൊരു ജസ്റ്റ് ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ക്രോസ് ചെയ്ത് നമ്മുടെ ഹൈവേ ഇതൊക്കെ ക്രോസ് ചെയ്ത് പോകുന്ന റോഡ് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അതായത് നമ്മുടെ കോതപറമ്പ് പടിഞ്ഞാട്ട് പോകുന്ന നാലുംകൂടിയ വഴി സെൻറ്ററാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വൈകുന്നേര സമയങ്ങളിൽ ക്രോസ് ചെയ്ത് നമ്മുടെ കൊടുങ്ങല്ലൂരിനെയും ഈ ഹൈവേയുടെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മേഖലയിലെ പടിഞ്ഞാറ് മേഖലയിൽ അടക്കമുള്ള ആളുകൾ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു മേഖലയാണ് അവിടെ. ആ മേഖലയിൽ ഒരു ഹൈമാസ് ലൈറ്റ് നമ്മൾ അന്ന് സ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടായി. അന്ന് ഹൈമാസ് ലൈറ്റുകൾക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ അന്ന് 4 അപേക്ഷകളെ അന്ന് നിലവിലുണ്ടായിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഹൈമാസ് ലൈറ്റുകൾ വെച്ചപ്പോൾ നാലുംകുടി വഴി സെൻറ്ററിൽ മാത്രം ഹൈമാസ് ലൈറ്റ് ഇന്നും കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അതായത് ആ സാധനം വന്നിട്ടില്ല ഇന്ന് വരെ അവിടെ. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അത് എസ്.എം. കിഴക്കൻ മേഖലയിലായതുകൊണ്ടാണോ അല്ലെങ്കിൽ 12ാം വാർഡ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡിലായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അതിനൊരു മറുപടി എന്തായാലും പ്രസിഡന്റിന്റെ നാലുംകൂടി വഴി മാത്രമാക്കണ്ട, കിഴക്കൻ മേഖലയെ മൊത്തത്തിൽ അവഗണിക്കുന്നുണ്ടോ? പഞ്ചായത്തിനെ സംബന്ധിച്ച് കിഴക്കൻ മേഖലയിൽ കോതപറമ്പ് നാഷണൽ ഹൈവേ ആ ഭാഗത്ത് ഈ ലൈറ്റ് ഉണ്ട്. നേരെ മറിച്ച് ഉൾപ്രദേശങ്ങളിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് ഹൈവേയുമായി ബന്ധപ്പെട്ട മേഖലയിൽ, തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട മേഖലയിൽ എല്ലാ ലൈറ്റുകളും വയ്ക്കുന്നതിലും തടസ്സമില്ല. സമ്പൂർണ്ണ സ്ട്രീറ്റ് ലൈറ്റുള്ള പഞ്ചായത്താണ് ശ്രീനാരായണപുരം. എല്ലാ സ്ഥലത്തും എല്ലാ വർഷവും അതിനാവശ്യമായ ഫണ്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അത്തരം കാഴ്ചപ്പാട് ഈ ഭരണസമിതിയുടെ ഭാഗത്ത് എടുത്തിട്ടുണ്ടെന്ന് ജനങ്ങൾ പറയില്ല. അത് ഇതുവരെയും അദ്ദേഹം പോലും അങ്ങനെ ഉന്നയിച്ചിട്ടില്ല. പൊതുവെ ചാനൽ ചർച്ചകളിൽ സ്വാഭാവികമായിട്ടും ശക്തമാക്കാൻ ഞങ്ങൾ 2 കൂട്ടരും ശ്രമിക്കുമെന്നുള്ളതാണ്. മറിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ഈ പഞ്ചായത്ത് മുന്നോട്ട് പോയി എന്ന് യഥാർത്ഥത്തിൽ സുബീഷിന് പറയാൻ സാധിക്കില്ല എന്ന വിശ്വാസമാണ്. കൃത്യമായിട്ട് എല്ലാ കമ്മിറ്റികളിലും കൃത്യമായിട്ട് നിലപാടുകൾ പറയാറുണ്ട്. ആ നിലപാടുകൾ കേൾക്കുന്നതല്ലാതെ അതിന് തിരിച്ചൊരു നിലപാടുകൾ ഇന്നുവരെ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നി. തീർച്ചയായും. അപ്പം അജണ്ട ഇല്ലാതെ പഞ്ചായത്ത് യോഗങ്ങൾ കൂടുന്നു എന്നുള്ളൊരു ആരോപണം. അജണ്ടയില്ലാതെ ഒരു പഞ്ചായത്ത് കമ്മിറ്റി യോഗം ഇവിടെ നടന്നിട്ടില്ല. അത് ഔദ്യോഗികമായിട്ട് നോക്കിയാൽ അറിയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് യോഗങ്ങൾ നടക്കുന്ന
എന്ത് കാര്യത്തിനും അജണ്ട വെച്ച് നടത്തുന്ന അത് നമ്പർ എടുത്ത് തൃശ്ശൂർ ജില്ലയിൽ എത്ര പഞ്ചായത്ത് യോഗങ്ങൾ ശ്രീനാരായണപുരത്ത് നടത്തി എന്ന് വളരെ കൃത്യമായ കണക്ക് എടുത്ത് ജനങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. മിക്കവാറും 10 ദിവസത്തിൽ ഒരിക്കൽ കമ്മിറ്റി കൂടുന്ന ഗ്രാമപഞ്ചായത്താണ് ശ്രീനാരായണപുരം. കിഴക്കൻ മേഖലയെ വേറിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഗ്രാമീണ റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 റോഡുകൾ അനുവദിച്ചപ്പോൾ അതിൽ ഒന്ന് 9-ാം വാർഡ്, അത് BJP കൗൺസിലറാണ്, അതാണ് ഉൾപ്പെടുത്തി ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഏതെങ്കിലും മേഖലയിൽ പ്രസിഡന്റിൻ്റെ വാർഡിൽ പ്രത്യേകം ഞങ്ങളങ്ങനെ എടുത്തിട്ടില്ല. വ്യത്യസ്ത മേഖലയിൽ തകർന്ന റോഡുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുൻപത്തെ വർഷവും ഈ വർഷവും എല്ലാ വാർഡിലും റോഡ് എന്ന കാഴ്ചപ്പാടാണ് ശ്രീനാരായണപുരത്ത് വെച്ചിട്ടുള്ളത്. 160 കിലോമീറ്റർ റോഡിൻ്റെ വിസ്തീർണം ഉള്ള പഞ്ചായത്താണ്. അപ്പോൾ ഈ ചെയ്യുന്നതെല്ലാം പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാ മേഖലയും കൂട്ടിയോജിപ്പിച്ച് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതവും കേന്ദ്രത്തിൻ്റെ വിഹിതം കിട്ടിയാലും അതും ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. അവരെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ വാർഡുകളിൽ തന്നെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. അവർ തീർച്ചയായിട്ടും അത്തരം മെമ്പർമാർക്ക് നല്ല ബന്ധങ്ങളുണ്ട്. ആ ബന്ധം പ്രയോജനപ്പെടുത്തിയാൽ അതിൻ്റെ ഗുണം ലഭിക്കുക ശ്രീനാരായണപുരം പഞ്ചായത്തിന് കൂടിയായിരിക്കുമെന്ന അഭിപ്രായമുള്ളതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വികസന പ്രവർത്തനങ്ങളൊന്നും വരുന്നില്ല. പ്രത്യേകിച്ച് തീരദേശ മേഖല എന്നുള്ളത് വലിയ വ്യവസായ മേഖലയുള്ള പഞ്ചായത്തല്ല. അപ്പോൾ പരമ്പരാഗത വ്യവസായങ്ങളുള്ള മേഖലയാണ്. അതിനെല്ലാം നല്ല പ്രോത്സാഹനമാണ് നൽകുന്നത്. അത്തരം മേഖലകളിലേക്ക് ആവശ്യമായ ഫണ്ട് നമുക്ക് വൈകിരുത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ നിയമന വിവാദം ഉന്നയിക്കുന്നുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള തെറ്റായ തീരുമാനമാണ്. ഇപ്പോൾ നിയമനം അംഗൻവാടിയിൽ നടന്നിട്ടുണ്ട്. ആ ലിസ്റ്റിലെടുത്ത് പരിശോധിച്ചാൽ എല്ലാം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണോ എന്ന് നോക്കിയാൽ അല്ല എന്ന അഭിപ്രായക്കാരനാണ്. വ്യത്യസ്ത രാഷ്ട്രീയ പ്രവർത്തകരുണ്ടായിരിക്കാം. ഈ വന്ന മുഴുവൻ ആളുകളും ഏതെങ്കിലും പാർട്ടിയുടെ മെമ്പർമാരാണോ? ഒരിക്കലും അല്ല. അത്തരം പ്രവർത്തകരാരും തന്നെ ഇല്ല. ഇപ്പോൾ നിയമനം എത്രയാണ് വന്നിട്ടുള്ളത്? അംഗൻവാടി ഹെൽപ്പർമാർ ആണ് കൂടുതൽ വന്നത്. അംഗൻവാടി വർക്കർമാർ അത് കൊടുത്തിട്ടുള്ളത് അംഗൻവാടി ഹെൽപ്പർമാരിൽ നിന്നുള്ള ഒരു നിയമനമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. മറ്റേതാണ് ലിസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. PSC നിയമനം പോലെ തന്നെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ വളരെ കൃത്യമായി അവരെ വിളിച്ചു വരുത്തി ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ള പോസ്റ്റിംഗ് ആണ് നടന്നിട്ടുള്ളത്. മറ്റത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയാൻ സാധിക്കില്ല. അത്തരം ഒരു കാര്യവും ഈ പഞ്ചായത്തിലില്ല. മരിച്ച ആളുടെ പേരിൽ ഫണ്ട് തൊഴിലുറപ്പ് തീർച്ചയായിട്ടും അത് തെറ്റായതാണ്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീനാരായണപുരത്ത് മാത്രമാണോ? വ്യത്യസ്ത പഞ്ചായത്തുകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് കണ്ടെത്തിയത് ഈ ഭരണസമിതിയാണ്. കണ്ടെത്തി നടപടിയെടുത്തു, വളരെ ഗൗരവമായ നടപടിയെടുത്തു. പോലീസ് കേസ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം. ഒരാളെയും സംരക്ഷിക്കില്ല എന്ന തീരുമാനമാണ് പഞ്ചായത്ത് ഭരണസമിതി എടുത്തത്. അതിലൊരു വ്യത്യസ്ത അഭിപ്രായവും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കൃത്യമായ നിലപാടാണ് എടുത്തു പോയത്. മരിച്ച ആൾ എല്ലാ കാര്യവും ഭരണസമിതിക്ക് അറിയോ? ഇനി ഈവൻ വാർഡ് മെമ്പർമാർക്ക് അറിയാൻ കഴിയുമോ? മരിച്ച ആളുടെ പേരിൽ മസ്റ്ററോളിൽ ഒപ്പിട്ടുകൊണ്ട് വളരെ കൃത്യമായി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതിന് ഗൗരവമായ നടപടി എടുത്തിട്ടുണ്ട്. ഓംബുഡ്സ്മാനോട് വളരെ കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമായ നടപടി എടുക്കണമെന്ന് പറഞ്ഞു. അവരതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അത് തുടർന്ന് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ജാഗ്രതയാണ് ഭരണസമിതിയും ജീവനക്കാരും ഈ മേഖലയിൽ എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ അതിനുശേഷം എത്രയോ പ്രശ്നങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്തും ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ഇത്തരം മേഖല ഗൗരവമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. എല്ലാം ഒരുപക്ഷെ ഭരണസമിതിയുടെ ഭാഗമായി തീരുന്നതല്ല. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തന്നെ കേന്ദ്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. അതിലെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കൺട്രോളിലുള്ളതല്ല. മറിച്ച് പഞ്ചായത്തിനകത്ത് നടക്കുന്ന ഈ പ്രവർത്തനത്തിൽ ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനി ഉണ്ടാകാൻ പാടില്ല എന്ന കർശനമായ നിലപാടാണ് ഭരണസമിതിക്കുള്ളത്. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂട്ടിയോജിപ്പിക്കാനുള്ളത്, ഇത് നമ്മൾ കണ്ടെത്തി നമ്മളല്ല ഇതുമായി ബന്ധപ്പെട്ട് നീങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പുലിവാലുകൾ വന്നപ്പോഴാണ് നമ്മളതുമായി ബന്ധപ്പെട്ട് ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ടും ഇതൊക്കെ വന്ന് ഇവിടെ പരിശോധന നടത്തുകയും കാര്യങ്ങളുണ്ടായിരുന്നത്. അതല്ലാതെ നമ്മൾ കണ്ടെത്തി നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളൊന്നുമല്ല. ഇത് എസ്.എം.പുരം പഞ്ചായത്തിൽ ഞാൻ അടച്ചിട്ടുള്ള ഒരു 46,656 രൂപ ഞാനൊരു ബിൽഡിങ്ങിൻ്റെ പെർമിറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി, അതായത് ബിൽഡിംഗ് റെഗുലറൈസേഷന് വേണ്ടി അടച്ച പൈസയാണ് 46,656 രൂപ. ശ്രീനാരായണ ധർമ്മപ്രകാശൻ യോഗത്തിൻ്റെ കീഴിലുള്ള ആല UP സ്കൂളിൻ്റെയാണ് ഇത്. 46,656 രൂപ ഞാൻ അടച്ചിട്ടുള്ളത്. ഈ പൈസ അടച്ചതിന് ശേഷം ഇന്നും ആ സ്കൂളിന് പെർമിറ്റ് നമ്മുടെ നമ്പർ അനുവദിച്ച് കിട്ടിയിട്ടില്ല. 46,656 രൂപ ഇവിടെ അടച്ചിട്ടുണ്ട്. ഏകദേശം 45,000 ചില രൂപ നമ്മളിപ്പോൾ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടുണ്ട്. അത് ലഭിക്കാത്തതിന് ഒരു കാരണം വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ
ഇവർ പറയുന്നത് അത് നമ്മുടെ ടൗൺ പ്ലാനിങ്ങിലേക്ക് പോവാതെ അതിൻ്റെ നമ്പർ ശരിയാവില്ല എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് 233 സ്ക്വയർ മീറ്റർ ആണ് നമ്മളായ ബിൽഡിങ്ങിൻ്റെ ഏരിയ ഉള്ളത്. സത്യത്തിൽ ഞാൻ പല പഞ്ചായത്തിലെ ഓവർസിയർമാരായിട്ടും സെക്രട്ടറിമാരായിട്ടും സംസാരിച്ചപ്പോൾ ഇത്തരം ഒരു ബിൽഡിങ് ഒരിക്കലും ടൗൺ പ്ലാനിങ്ങിലേക്ക് പോകേണ്ട ആവശ്യകത ഇല്ല എന്നാണ് പറഞ്ഞത്. അത് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ പല പ്രാവശ്യം അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ ഒരുപാട് വൈകിക്കൽ അതുമ്മൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഞാൻ അടച്ചിട്ടുള്ള ഡേറ്റ്, പൈസ അടച്ച ഡേറ്റ് വേണമെങ്കിൽ പറഞ്ഞുതരാം. പൈസ അടച്ച ഡേറ്റാണ്, അപേക്ഷ കൊടുത്ത ഡേറ്റ് അല്ല. 2/4/2024 ഞാൻ ഇതിൻ്റെ ഈ 46,000 ചില്ലാൻ രൂപ ഞാനിവിടെ അടച്ചിട്ടുള്ളൂ. ഇതിനു മുമ്പ് അപേക്ഷ കൊടുത്തിട്ട് ഏകദേശം ഒരു 5-6 മാസത്തിന് ശേഷമാണ് എനിക്ക് ആ പൈസ അടയ്ക്കാൻ പറ്റിയിട്ടുള്ളത്. ഏകദേശം നമ്മുടെ ILGMS വന്നതിന് ശേഷം ഒരു പേയ്മെൻറ്റ് നമ്മൾ അടയ്ക്കുമ്പോൾ ഏകദേശം അതിൻ്റെ നമ്പറിങ് സെക്ഷൻ ആവുന്ന സമയത്താണ് നമ്മൾ ഏതൊരു ബിൽഡിങ്ങിൻ്റെ പൈസ അടയ്ക്കാറ്. പക്ഷെ നമ്മളിവിടെ പൈസ അതിന് മുൻകൂട്ടി നമ്മൾ അടപ്പിച്ചിട്ട് അതിനുശേഷം നമ്മളോട് പറയുക ഇത് ടൗൺ പ്ലാനിങ്ങിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ ആ ബിൽഡിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് തടസ്സങ്ങൾ ഇതേപോലെ നമ്മൾ ഉന്നയിക്കപ്പെടുമ്പോൾ അനധികൃതമായിട്ട് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾക്ക് നേരെ നമ്മൾ പരാതി കൊടുക്കുമ്പോൾ ആ പരാതികൾ കൃത്യമായിട്ട് നടപ്പിലാക്കുക. 4-5 മാസം കഴിയുമ്പോൾ, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ട ആക്ഷൻ എടുക്കേണ്ട പല കാര്യങ്ങളുണ്ടായിട്ടും നമ്മൾ എടുക്കാത്ത സാഹചര്യം നമ്മൾ എസംബരം ഗ്രാമപഞ്ചായത്തിലുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ പറയുന്ന മറ്റു താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീനാരായണ ധർമ്മപ്രകാശന യോഗത്തിന്റെ ബിൽഡിങ്ങിന് പെർമിറ്റ് തരാതിരിക്കുമ്പോൾ തന്നെ കോതറമ്പ് മഹലുമായി ബന്ധപ്പെട്ട ബിൽഡിങ്ങുകൾ പണിതുയർത്തിയിട്ട് അനധികൃതമായിട്ട് പണിതുയർത്തിയിട്ടുള്ളത് അതിന്റെ നേരെ 4-5 മാസമായിട്ട് പരാതി കൊടുത്തിട്ട് ആ പരാതികളിൽ ലെറ്റർ അയച്ച് കളിക്കല്ലാതെ വേറൊരു തീരുമാനം എടുക്കാൻ പോലും ഈ ഭരണസമിതിക്ക് സാധിച്ചില്ല. എന്തിനാ അത് ഭരണസമിതിയുടെ അജണ്ടയിൽ കൊണ്ടുവരാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിൽ എന്താണ് അതിനകത്തെ സാങ്കേതികത്വ പ്രശ്നങ്ങൾ? ഒന്ന്, ഇത് സാങ്കേതികപരമായ കാരണങ്ങളുള്ള ഒരു വിഷയമാണ് ബിൽഡിംഗ് പെർമിറ്റ്. പഴയകാലത്ത് ബിൽഡിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ട് ഭരണസമിതികൾക്കായിരുന്നു അധികാരം. ഇപ്പോൾ ഭരണസമിതികൾക്കല്ല അധികാരം. എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ നിയമാവലി പാലിച്ച് പോകുന്ന ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ടൗൺ പ്ലാനിൽ പോകണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അത് ഒഴിവാക്കാൻ കഴിയില്ല. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. യാതൊരു കാരണവശാലും അങ്ങനെ ഒരു വിദ്യാലയത്തിൻ്റെ മാത്രമല്ല പല വിദ്യാലയങ്ങളുടെയും പുതിയ കെട്ടിടങ്ങൾ വരുമ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കപ്പെടാതെ പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം പറയേണ്ടത് ആ ഉദ്യോഗസ്ഥരായിരിക്കും. പറഞ്ഞോട്ടെ, ഈ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുള്ളതല്ല ഇത് തരാത്തതിന്റെ വിഷയം. കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് നമ്മളുടെ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് വന്ന് പരിശോധിച്ച് അത് കൃത്യമായിട്ട് ബിൽഡിംഗ് റൂള്, അതേപോലെ തന്നെ സ്കൂളുകൾ പണിയുമ്പോൾ ഉണ്ടാവുന്ന ബിൽഡിങ്ങിന് ഉണ്ടാവുന്ന റൂളുകൾ എന്താണോ, അതിന് വേണ്ടുന്ന സഞ്ചാര സ്വാതന്ത്ര്യം എന്താണോ, അതിന് വേണ്ടുന്ന ഫാക്കൽറ്റീസ് എന്താണോ, അതെല്ലാം അതിന്റെ സെറ്റ് ബാക്കുകൾ എന്താണോ, ഇതെല്ലാം ഇട്ടിട്ട് തന്നെയാണ് ആ സ്കൂൾ പണിതിട്ടുള്ളത്. പക്ഷെ അതിൽ സംഭവിച്ചിട്ടുള്ള അപാകത ഇതാണ്. നമ്മൾ 46,000 രൂപ അടപ്പിച്ചു. അതിനുശേഷം നമ്മൾ ഇതിന്റെ താൽക്കാലിക സ്ഥാപനം നമുക്ക് കളയാൻ പറ്റില്ല. താൽക്കാലികമായിട്ട് നമ്മളതിന്, അതായത് ഇത് കേരള നിയമസഭ കഴിഞ്ഞ 2-3 മാസം മുന്നേ പാസ്സാക്കിയിട്ടുണ്ട്. ഇത്തരം സ്കൂളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പഞ്ചായത്തുകൾ പരിഹരിച്ചു കൊടുക്കണമെന്ന്. ഈ പറയുന്ന ഇതിന് പെർമിറ്റ് എടുത്തത് വീണ്ടും 45,000 രൂപ ബ്ലോക്കിൽ അടച്ചിട്ട് നമ്മൾ താൽക്കാലിക പെർമിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ സ്കൂളിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നത്. അതായത് ഫീസ് അടപ്പിച്ചതിന് ശേഷം പോലും അനുവാദം കൊടുക്കുന്നില്ല എന്നാണ്. അപ്പോൾ അത് ടൗൺ പ്ലാനിൽ പോകണ്ട എന്നാണ് നിയമോപദേശം എന്നും പറയുന്നു. അങ്ങനെ ഒരു ഉപദേശം ലഭിച്ചതായിട്ട് എനിക്കറിയില്ല. എന്തായാലും അത്തരം കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങൾ ഭരണസമിതിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും ഇടപെടുമായിരുന്നു. ഇപ്പോഴാണ് സുബീഷ് ഈ കാര്യങ്ങൾ ഈ ഒരു വേദിയിൽ വെച്ചാണ് എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒഫീഷ്യലി ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയെ ശ്രദ്ധയിൽപ്പെടുത്തി പഞ്ചായത്ത് സെക്രട്ടറി അത് പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞതിന് ശേഷവും പിന്നീടും അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പരിശോധിച്ച് പഞ്ചായത്തിന് ചെയ്യാവുന്ന കാര്യമാണ് പഞ്ചായത്ത് ചെയ്തിരിക്കും. അതിലൊന്നും ഒരു തടസ്സവും നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. ഒരു പെർമിറ്റും തടഞ്ഞു വെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ അനധികൃത കെട്ടിടങ്ങളുണ്ട്, പല സ്ഥലത്തുമുണ്ട്. അതില്ല എന്നല്ല, പരാതി വന്നാൽ അതിന് ആവശ്യമായ നടപടിക്രമങ്ങളിലൂടെ തന്നെ പോകാൻ കഴിയുള്ളൂ. പരാതി ലഭിച്ചാൽ ഒറ്റടിക്ക് അതങ്ങനെ ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ചെയ്യില്ല. അതിന് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും പറയേണ്ട കാര്യമാണ്. ഒരൊറ്റ ഫോൺ കോളുകളും കൊണ്ട് ഇതേ പറയുന്ന പ്രദേശത്തെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ട്രസ് അടിക്കുന്നത് ഈ പഞ്ചായത്ത് തന്നെ തന്നെ പൊളിപ്പിച്ച് മാറ്റിയിട്ടുണ്ട്.
അത്തരം വിഷയങ്ങൾ എന്തായാലും ഭരണസമിതിയുടെ കാലത്ത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഞാൻ മെമ്പറായതിനു ശേഷം മുൻ മെമ്പറായിരുന്ന ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ചെയ്തിട്ടുണ്ട്. മുൻ മെമ്പറായിരുന്ന ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് എനിക്കതിൽ അറിയാവുന്നതാണ്. ഞാൻ മെമ്പറാണ്. ആ പരാതിക്കാരൻ എൻ്റെ അടുത്ത് വന്നതാണ്. ഞാനത് അന്നത്തെ സെക്രട്ടറി ആയിട്ട് സംസാരിച്ചതാണ്. ഓക്കെ, എന്തായാലും അനധികൃത നിർമ്മാണങ്ങൾ എന്തുകൊണ്ടാണെങ്കിലും അത് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്. ചില പ്രസിഡന്റ് പറഞ്ഞ പോലെ ചില പരിമിതികളും അവിടെ നിൽക്കുക. എന്തായാലും ഞാൻ മറ്റു ചില കാര്യങ്ങളൊക്കെ പെട്ടതാണ്. നമുക്ക് സമയപരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ കടൽക്ഷോഭം നമുക്കറിയാം, തീരമേഖല ആയതുകൊണ്ട് തന്നെ കടൽക്ഷോഭം അതിരൂക്ഷമായ ഒരു പഞ്ചായത്ത് കൂടിയാവുമല്ലോ. ഈ കടൽ ഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും? കടൽഭിത്തി പൂർണ്ണമായിട്ടുണ്ട്. കടൽഭിത്തി കഴിഞ്ഞ വർഷം തകർന്നതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ശ്രീകൃഷ്ണമുഖം ടെമ്പിൾ, അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ഒരു പള്ളിയുടെ ഭാഗം, ഈ രണ്ട് പ്രദേശത്തും തകർന്നിരുന്നു. അതിൻ്റെ പ്രവർത്തനം നടന്ന് പൂർത്തീകരണ ഘട്ടത്തിലാണ്. മറ്റ് മേഖലകളിൽ അങ്ങനെ കടലാക്രമണം ഉള്ളത് ഈ രണ്ട് മേഖലയായിരുന്നു. അതിന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഭൂരഹിത ഭവനരഹിതരില്ലാത്ത കേരളമാണ് LDF സർക്കാരിൻ്റെ ഒരു സ്വപ്നം. അതുപോലെ തന്നെ നമുക്കറിയാം പട്ടയ വിഷയം, തീരമേഖലയിലും ധാരാളം പട്ടയ വിഷയങ്ങൾ ധാരാളമായി നിലനിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ്. ഇവിടെ പഞ്ചായത്തിൽ അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടോ? അത് പരിഹരിക്കപ്പെടാനുള്ള നടപടികളുണ്ടോ? പഞ്ചായത്തിൽ പട്ടയ പ്രശ്നം വളരെ കുറവാണ്. എങ്കിലും ഉള്ളത് സുനാമി കോളനിയുമായി ബന്ധപ്പെട്ട് റവന്യൂ പട്ടയമായിരുന്നു. അത് 2 ഘട്ടമായിട്ട് ഇപ്പോൾ പട്ടയം നൽകി കഴിഞ്ഞു. 3-ാം ഘട്ടത്തിൽ യഥാർത്ഥ ഉടമകൾ ഉണ്ടെങ്കിൽ, പലപ്പോഴും സുനാമി കോളനികളിലെല്ലാം ഉടമകൾ മാറി വാടകയ്ക്ക് വരുന്നൊരു പരിസ്ഥിതിയുണ്ട്. അതിനെതിരായിട്ട് പഞ്ചായത്ത് ഭരണസമിതി പലപ്പോഴും റവന്യൂ വിഭാഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുക്കുന്ന നടപടി റവന്യൂ വിഭാഗത്തിൽ നിന്ന് പുരോഗതിയിലാണ്. 2 ഘട്ടം പട്ടയം നൽകി കഴിഞ്ഞു. മറ്റ് പട്ടയ പ്രശ്നം വളരെ കുറവാണ് ഈ ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സുനാമി കോളനിയുമായി ബന്ധപ്പെട്ട് സുനാമി കോളനിയിൽ ഈ പറയുന്ന ഒരു പൊതുവായ സ്ഥിതിവിശേഷമുണ്ട്. അതായത് ഈ വീടുകൾ അനുവദിച്ച് കിട്ടിയ ആളുകളൊന്നും ഏകദേശം ഒരു 50% ആളുകളും അവിടെ താമസിക്കുന്നില്ല. പകരം അവർ വാടകയ്ക്ക് നൽകിയിട്ടുള്ള ആളുകളാണ് ആ പ്രദേശത്ത് താമസിക്കുന്നത് മിക്കവാറും. അത് നമ്മൾക്ക് ഒഴിപ്പിക്കാൻ കൃത്യമായിട്ട് നടപടികൾ എടുക്കാവുന്ന ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നമ്മൾക്ക് അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകാവുന്നതാണ്. പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. ആ പ്രദേശത്തേക്ക് കയറി ചെല്ലാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കുള്ള സ്ഥിതിവിശേഷം അവിടെയുണ്ട്. പല ആളുകളും ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പറഞ്ഞിട്ടുണ്ട്, പരാതികൾ നൽകിയിട്ടുണ്ട്, പഞ്ചായത്ത് കമ്മിറ്റികൾ ചർച്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്യാനായിട്ട് നമുക്ക് ഇന്നും സാധിച്ചിട്ടില്ല. പൊതുവായിട്ടുണ്ടായിരുന്ന സ്ഥിതിവിശേഷം എന്താണോ ആ സ്ഥിതിവിശേഷം തന്നെ ഇന്ന് തുടർന്നു കൊണ്ടുവന്നത്. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ പഞ്ചായത്തുകളിലെല്ലാം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ളതാണല്ലോ പഞ്ചായത്തിലെ ഭരണസമിതികൾ മാറി വരുമ്പോൾ ഉണ്ടാവുന്ന പ്രതീക്ഷ. അല്ലാതെ നിലവിലുള്ള എല്ലാ പഞ്ചായത്തിലും പ്രശ്നങ്ങളുണ്ട്, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ പോകും. പകരം വേറൊരാളിരുന്നാലും ശരിയാവില്ല, അതങ്ങനെ തന്നെ ആവുള്ളൂ എന്നുള്ള സ്ഥിതിവിശേഷമല്ല നമ്മൾക്ക് വേണ്ടത്. നമ്മൾക്ക് വേണ്ട സമീപനം നമ്മളുടെ പഞ്ചായത്തിൽ ഒരു വിഷയം നമ്മളുടെ ഭരണസമിതി ഇരിക്കുന്ന കാലഘട്ടത്തിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അതല്ലാതെ വലിയ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി എന്ന് പറയുമ്പോഴും ജനങ്ങളോട് ചോദിച്ചാൽ എന്താണ് നിങ്ങൾക്ക് ഉണ്ടായ ഈ 5 വർഷത്തെ ഭരണ നേട്ടം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായ ഗുണം? പ്രസിഡന്റ് ആ പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം നമുക്ക് അത് പഞ്ചായത്തെന്നില്ല, നഗരമെന്നില്ല, എല്ലാ സ്ഥലങ്ങളിലോടാണ് യഥാർത്ഥ ഗുണഭോക്താക്കൾ അതിൻ്റെ ഗുണം കിട്ടിയ ശേഷം അത് പിന്നീട് മറ്റ് താല്പര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളത് അത് ശരിക്കും അത് പഞ്ചായത്തിൻ്റെ കൃത്യമായ ഇടപെടൽ അവിടെ ഉണ്ടാകേണ്ടതല്ലേ? പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ടാണ് ഈ ഭരണസമിതിയുടെ കാലത്താണ് കണ്ടെത്തിയത്. ഞങ്ങളാണ് കണ്ടെത്തി അവിടെ കൃത്യമായ പരിശോധന, ഉദ്യോഗസ്ഥരെ വിട്ട് പരിശോധന നടത്തി കൃത്യമായി ഇപ്പോൾ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ വന്ന് പരിശോധിച്ചു. അതിൽ നടപടിയെടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമല്ല, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രദ്ധയിലും താലൂക്ക് അദാലത്തിലും പങ്കെടുത്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗമായി പ്രസിഡൻ്റാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് പൂർണ്ണമായി മാറ്റണം എന്നുള്ള അഭിപ്രായത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഭരണസമിതിക്കില്ല. അതനുസരിച്ചാണ് മുന്നോട്ട് പോയിരുന്നത്. അത്തരം കാര്യങ്ങൾ ഇനിയും തുടർന്നും ചെയ്യേണ്ടതുണ്ട്. ഇത് കഴിയുന്നില്ല. നമ്മൾ ഒരുപക്ഷെ അവരൊഴിവാക്കി പൂർണ്ണമാക്കി മാറ്റിയാലും വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ ഇത് ആവർത്തിക്കും പല സ്ഥലത്തും. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ജാഗ്രത പാലിക്കേണ്ട ഒരു മേഖലയാണ് ഇത്തരം മേഖല. അത് പല സ്ഥലത്തുണ്ടായിരിക്കും. പക്ഷെ നമ്മളെ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഈ പ്രശ്നത്തിന് കണ്ടെത്തി നടപടിയെടുക്കാൻ തുനിഞ്ഞിട്ടുള്ളത്. മുൻപ് പലപ്പോഴും അതിന് നടപടിയിലേക്ക് പോയിട്ടില്ല. വളരെ ഗൗരവമായ നടപടിയാണ് പഞ്ചായത്ത് എടുത്തിട്ടുള്ളത്. ഈ പല മേഖലകളിലും നമുക്കറിയാം ചെറിയ രീതിയിലാണ് കൃഷി ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ഇപ്പം ഈ ഒരു
കാട്ടുപന്നി അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള മൃഗങ്ങളുടെ ഒരു ശല്യം രൂക്ഷമായിട്ടുണ്ട്. വലിയ രീതിയിൽ അത് കൃഷി നശിപ്പിക്കുന്ന സാഹചര്യങ്ങളുമുണ്ട്. അത്തരത്തിലുള്ളതിന് എന്തെങ്കിലും പ്രാദേശികമായ തലത്തിൽ നടപടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടോ? കാട്ടുപന്നി ശല്യം ഈ അടുത്ത കാലത്താണ് ഉണ്ടായത്. കഴിഞ്ഞ മാസത്തെ ഭരണസമിതിയിൽ ഈ കാട്ടുപന്നി ശല്യമുള്ള മേഖലയിൽ പ്രത്യേകിച്ച് ഈ ഉൾപ്രദേശത്താണ് കൂടുതലുള്ളത്. പക്ഷേ ഒരു മാസം ഈ പഞ്ചായത്തിൽ കണ്ടാൽ പിന്നത്തെ മാസം ഇവിടെ ഇല്ല. എന്തായാലും ഞങ്ങളൊരു തീരുമാനം എടുത്ത് ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാനായിട്ട് ഭരണസമിതി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഷൂട്ടർമാരുടെ ലിസ്റ്റ് എടുത്ത് ആ ഷൂട്ടർമാരുടെ ലിസ്റ്റ് പ്രകാരം അയച്ചിട്ടുണ്ട്. ഒരാൾ ഇപ്പോൾ എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. തുടർ നടപടിയുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകും. അപ്പോൾ അതിൻ്റെ വളരെ കൃത്യമായ ഒരു സ്റ്റാറ്റസാണ് ഇതിലെടുത്തിട്ടുള്ളത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. ഇത് വന്യജീവിയാണ്. ഇന്ന് നമ്മളിരുന്നാൽ ഇന്ന് കിട്ടില്ല. ഇപ്പോൾ കുരങ്ങിൻ്റെ ശല്യം കൂടി വന്നിരിക്കുകയാണ്. അങ്ങനെ വ്യത്യസ്ത ശല്യമാണ് ഇപ്പോൾ എല്ലാ മേഖലയിലേക്കും. പഴയ കാലത്ത് ഇല്ലാത്ത ശല്യങ്ങളെല്ലാം കടന്നു വരികയാണ്. നമുക്ക് വന്യജീവി എന്നുള്ള നിലയിൽ മനുഷ്യന് ഒരിക്കലും ഈ പ്രയാസത നേരിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഔദ്യോഗികമായി മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ നടപടി ഒരാൾ ഇപ്പോൾ ഷൂട്ടർ വന്നിട്ടുണ്ട്. അത് തുടർന്ന് പരിശോധിച്ചുകൊണ്ട് നടപടിയിലേക്ക് പോകും. ഓക്കെ, എന്തായാലും സൗഹൃദപരമായ ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പറയുക എന്നുള്ളതും ഈ ഒരു പരിപാടിയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇരു വിഭാഗങ്ങളെയും കേൾക്കുക എന്നതും നമ്മുടെയും ഉത്തരവാദിത്വമാണ്. എന്തായാലും അത്തരം ചർച്ചകൾ സജീവമായി തന്നെ മുന്നോട്ട് പോകണം. എന്തെങ്കിലും സുബീഷ് മാമന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അല്പസമയത്തിനുള്ളിൽ. എസ്എംആർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് വികസനങ്ങൾ ആവശ്യമുള്ള ഒരു പഞ്ചായത്താണ്. സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാവുമ്പോൾ അത് മധ്യഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന രീതി മാറ്റി മുന്നോട്ട് വന്നില്ലെങ്കിൽ കാലം അതിനുള്ള മറുപടി കൊടുക്കും എന്ന് തന്നെയാണ്. തീർച്ചയായും അതിന് ഉത്തരം നിരവധി തവണ പറഞ്ഞു കഴിഞ്ഞ് പ്രസിഡന്റ്. എന്തായാലും അത്തരം ചേരിതിരിവുകളൊന്നുമില്ലാതെ ശ്രീനാരായണപുരം പഞ്ചായത്തിൻ്റെ വികസനം മാത്രമായി അതിൻ്റെ ലക്ഷ്യം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു തിരക്ക് പിടിച്ച സമയത്തും നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത പ്രസിഡന്റ് മോഹനൻ മാഷും ഒപ്പം തന്നെ സുബീഷിനുമുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എന്തായാലും മറ്റൊരു പഞ്ചായത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.